നമസ്കാരം. ബ്രിട്ടനിലെ ഹൗസ് ഓഫ് ലോർഡ്സിലെ ആദ്യ മുസ്ലിം അംഗം ആരായിരുന്നു? ശരിക്കും പല ബ്രിട്ടീഷുകാർക്കും ഇക്കാര്യം അറിയില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ വ്യക്തിയുടെ 200-ാം ജന്മവാർഷികം ആഘോഷിക്കാനിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഒരു പ്രമുഖനായ ചരിത്രകാരൻ പുറത്തുവിട്ടിരിക്കുകയാണ്. 1859 ഇദ്ദേഹം മുസ്ലിം മതം സ്വീകരിച്ചത്. ഹെൻറി സ്റ്റാൻലി എന്ന പ്രഭുവിനെക്കുറിച്ചാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോഴും അവശേഷിക്കുന്നുള്ളൂ എന്നാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കത്തുകളും മറ്റ് വിശദാംശങ്ങളും തെളിവുകളൊക്കെ തന്നെ വളരെ അപര്യാപ്തമാണ്. പക്ഷേ അങ്ങനെ ഒരാൾ ഒരു കാലത്ത് ബ്രിട്ടനിൽ വളരെ ശക്തനായ ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ജാമി ഹിൽഗാം എന്ന ഒരു ചരിത്രകാരനാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സ്റ്റാൻലി പ്രഭു ആൾ ചില്ലറക്കാരനല്ല. അദ്ദേഹം വലിയൊരു ധനിക പ്രഭു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. 1827 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർക്ക് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൂത്ത മകനായിരുന്നു ഹെൻറി. പക്ഷേ ഹെൻറിക്ക് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നേരിയ തോതിലുള്ള കേൾവി കുറവ് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഇത് തങ്ങളുടെ മകൻ്റെ പഠിത്തത്തെ ദോഷകരമായി ബാധിക്കുമോ എന്ന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം വിദ്യാഭ്യാസപരമായി മികച്ച നിലവാരം പുലർത്തുകയും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്തു. 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം ബ്രിട്ടനിലെ വിദേശകാര്യ സർവീസിൽ ജോലി പ്രവേശിക്കുകയായിരുന്നു. അപ്പോൾ ഈ ജോലിയുടെ ഭാഗമായി അദ്ദേഹം നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. തുർക്കി, അതുപോലെ നിരവധി മുസ്ലിം രാജ്യങ്ങൾ എന്നിവയിലൊക്കെ തന്നെ അദ്ദേഹം പലതവണയായി ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലിയുടെ കുടുംബം വളരെ പുരോഗമന ചിന്താഗതിക്കാരായ ഒന്നായിരുന്നു. അവിടെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. മിശ്ര വിവാഹങ്ങളൊക്കെ തന്നെ ഇവരുടെ കുടുംബങ്ങളിൽ ഒരു സാധാരണ കാര്യമായിരുന്നു. യഹൂദരും മറ്റു പല വംശജരുമൊക്കെ തന്നെ ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുകയും അവരെല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടെ കഴിയുകയും ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു സ്റ്റാൻലിയുടേത്. സ്റ്റാൻലി ആകട്ടെ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ അറേബ്യൻ രാവുകളെക്കുറിച്ചൊക്കെ ഉള്ള കഥകളൊക്കെ വായിച്ച് അദ്ദേഹം ആവേശഭരിതനായിരുന്നു. ആ ലോകത്തെക്കുറിച്ച് അറിയാൻ അദ്ദേഹത്തിന് ഏറെ താല്പര്യം കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പിന്നീട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ബ്രിട്ടൻ്റെ ഈ സാമ്രാജ്യത്വ നിലപാടുകൾ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ആ ജോലിയിൽ നിന്ന് രാജിവെക്കുകയും പിന്നീട് അദ്ദേഹം പല രാജ്യങ്ങളും സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിങ്ങളുടെ പുണ്യനഗരമായ മെക്ക സന്ദർശിച്ച വേളയിലാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പുതിയൊരു പേരും സ്വീകരിച്ചിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം അബ്ദുൾ റഹ്മാൻ എന്ന പേരാണ് സ്വീകരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഔദ്യോഗിക രേഖകളിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ച വേളയിൽ, അതായത് അന്ന് സിലോൺ സന്ദർശിച്ച വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ അക്കാലത്ത് ബ്രിട്ടനിലെ പത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ വാർത്തകൾ കണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഞെട്ടിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. തങ്ങളുടെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള കാര്യം അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ ആദ്യഘട്ടങ്ങളിൽ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. സ്റ്റാലിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ മാതാവിന് എഴുതിയ ഒരു കത്തിൽ ഇവന് ഭ്രാന്താണോ എന്ന് ചോദിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ചരിത്രകാരന്മാർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും സ്റ്റാൻലി ആകട്ടെ തൻ്റെ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയും ഒരു വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും പിന്നീട് മുസ്ലിം മതം സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ക്രൈസ്തവ മത രീതി പ്രകാരമാണ് ഈ സ്ത്രീ വിവാഹം കഴിച്ചത് എങ്കിലും അവർ മറ്റൊരാളുടെ ഭാര്യയായിരുന്നുവെന്നും ഔദ്യോഗികമായി വിവാഹമോചനം നടത്തിയിട്ടില്ലാത്തതും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടും അവർക്ക് ഈ വിവാഹത്തെ ഔദ്യോഗികമായ സർക്കാരിന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് ഭർത്താവിൻ്റെ മരണശേഷമാണ് ഇവരെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി അംഗീകരിക്കപ്പെട്ടത്. ഏതായാലും പിന്നീട് അദ്ദേഹം ബ്രിട്ടനിലെ ഒരുപാട് സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടി അദ്ദേഹം ഒരുപാട് സ്വാധീനമുള്ള ഒരു വ്യക്തിയായി മാറുകയും അങ്ങനെ ഒടുവിൽ ഹൗസ് ഓഫ് ലോർഡ്സിൽ അംഗമായി തീരുകയും ചെയ്തു. പക്ഷേ ഹൗസ് ഓഫ് ലോർഡ്സിൽ അംഗമായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം പേര് തന്നെയാണോ അവിടെ ഉപയോഗിച്ചിരുന്നത്, അതോ പഴയ പ്രഭുവിൻ്റെ ക്രൈസ്തവ പേര് തന്നെയാണോ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത് ബ്രിട്ടനിലെ ഹൗസ് ഓഫ് ലോർഡ്സിലെ ആദ്യ മുസ്ലിം അംഗം എന്ന് പറയുന്നത് സ്റ്റാൻലി തന്നെ ആയിരുന്നു എന്നാണ്. ഇക്കാര്യം അരക്കെട്ട് ഉറപ്പിക്കുകയാണ് ചരിത്രകാരന്മാർ. അവർ പറയുന്നത് ഇദ്ദേഹം വളരെ പ്രത്യേകതയുള്ളൊരു മനുഷ്യനായിരുന്നു എന്നാണ്. വളരെ പുരോഗമന ചിന്താഗതിക്കാരനായ, കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്ന ഒരാളായിരുന്നു എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ മുസ്ലിം മതം സ്വീകരിക്കുന്നതിന് മുന്നോടിയായി ഈ വൈൻ കഴിക്കുന്നത് ഉൾപ്പെടെയുള്ള ലഹരി പാനീയങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാണ്. ഇസ്ലാമിക തത്വങ്ങളനുസരിച്ച് മദ്യപാനം നിഷിദ്ധമാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം നേരത്തെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ 200-ാം ജന്മവാർഷികം അടുക്കുകയാണ്. 2027 അദ്ദേഹത്തിൻ്റെ 200-ാം ജന്മവാർഷികമാണ്. അപ്പോൾ ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ മഹാനായ ഒരു വ്യക്തി ജീവിച്ചിരുന്നുവെന്നും അദ്ദേഹമാണ് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച ബ്രിട്ടീഷ് പ്രഭു എന്നുമുള്ള വസ്തുതകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിൻതലമുറയിൽപ്പെട്ടവരെക്കുറിച്ചും തന്നെ യാതൊരു പരാമർശങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അവർ ഏത് സമുദായക്കാരായിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമല്ല. പക്ഷേ
അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബാംഗങ്ങൾ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മതം മാറ്റം നടത്തിയതിനെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പുരോഗമന ചിന്താഗതിക്കാരായിരുന്ന കുടുംബമായിട്ട് പോലും എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ മതം മാറ്റം നടത്തിയതിനെ അവർ അംഗീകരിക്കാത്തത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല.